ഭയങ്കര ആഘോഷമായിരുന്നു. ഞാൻ കൈകെട്ടി ചിരിച്ചു വീട്ടിൽ. 26 ഇനി പുള്ളിയുടെയാണ്. ഈ ആലുവക്കാർക്ക് വേണ്ടി എല്ലാ കാര്യങ്ങളും ചെയ്യുന്ന ഒരാളാണ്. എന്തുകൊണ്ട് ദിലീപേട്ടനെ കാണാൻ വന്നത്? ദിലീപേട്ടൻ നല്ലൊരു മനുഷ്യനാണ്. ദിലീപേട്ടൻ ഞങ്ങളെ ആലുവക്കാരാണ്. ദിലീപേട്ടൻ്റെ വീടിൻ്റെ അടുത്തുള്ളതാണ് പറവൂക്കാണിക്ക. ദിലീപേട്ടൻ നല്ലൊരു മനുഷ്യനാണ്, നല്ലൊരു ആക്ടറാണ്. പിന്നെ നമുക്ക് എന്ത് സഹായങ്ങൾ ചെന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ചെയ്തു തരും. ദിലീപേട്ടൻ അങ്ങനെ ഒരു തെറ്റ് ചെയ്യുമെന്ന് ഈ ആലുവക്കാർ ആരും വിശ്വസിച്ചിട്ടില്ല, ഇനി വിശ്വസിക്കുകയില്ല. അതുകൊണ്ട് ദിലീപേട്ടൻ്റെ ശക്തമായ തിരിച്ചുവരവാണ് ഇപ്പോൾ തിരിച്ചു വരുന്നത്. കുറ്റക്കാരനല്ല എന്ന് ഉറച്ച് വിശ്വസിക്കുന്നു. ആലുവക്കാർ ഉറച്ച് വിശ്വസിക്കുന്നു. ഈ എല്ലാത്തിനും പിന്തുണയായിട്ട് ദിലീപേട്ടൻ്റെ കൂടെയുണ്ട്. ദിലീപ് സാറ് നല്ലൊരു മാറ്ററാണ്, നല്ലൊരു മനുഷ്യനാണ്. ഈ ആലുവക്കാർക്ക് വേണ്ടി എല്ലാ കാര്യങ്ങളും ചെയ്യുന്ന ഒരാളാണ്. എപ്പോൾ ആ വീട്ടിൽ കയറി ചെന്നാലും നമുക്ക് എന്ത് സഹായം ചെയ്യും. എനിക്ക് ചെയ്തിട്ടുണ്ട്. എൻ്റെ അമ്മ ഒരു ഹാർട്ട് പേഷ്യൻ്റായിരുന്നു. എൻ്റെ അമ്മയ്ക്ക് വേണ്ടി സഹായിച്ചിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് സ്ഥലം ഉണ്ടായിരുന്നു, എനിക്ക് വീട് വെച്ച് തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ദിലീപേട്ടൻ. അതുകൊണ്ട് എന്ത് കാര്യം ചെയ്തു തരാം, നമുക്ക് എപ്പോൾ വേണമെങ്കിൽ കയറി ചെല്ലാം. അതുകൊണ്ട് ഞങ്ങൾ ഈ ആലുവക്കാർ ദിലീപേട്ടന് വേണ്ടി എന്ത് കാര്യങ്ങൾക്കും ഞങ്ങൾ പിന്തുണ കൊടുക്കും. ഇങ്ങനെ ഒരു വാർത്ത കേട്ട് കഴിഞ്ഞപ്പോൾ എത്രത്തോളം ഭയങ്കര ആഘോഷമായിരുന്നു. ഞാൻ കൈകെട്ടി ചിരിച്ചു വീട്ടിൽ. ഭയങ്കര ആഘോഷം. ഞങ്ങൾ ഈ പറവൂക്കാണിക്കുള്ള എല്ലാ ആൾക്കാരും ആഘോഷിച്ച്, ലഡു കൊടുത്ത് ആഘോഷിച്ചു. ഇപ്പോൾ ദിലീപിൻ്റെ വീടിൻ്റെ മുന്നിൽ നിൽക്കുകയാണ്. എന്തുകൊണ്ടാണ് ഈ വിധിക്ക് ശേഷം ഇവിടെ വരണം, ദിലീപേട്ടനെ കാണണം? ദിലീപേട്ടനെ ഒന്ന് കാണാൻ വേണ്ടി ഓടി എത്തിയതാണ്. എൻ്റെ വീട് പറവൂരാണ്. അപ്പോൾ ആൾ ഒരു നോക്ക് കാണാനായിട്ട് ഞങ്ങൾ ഒരുപാട് നാളായിട്ട് കാത്തിരിക്കണ ഒരു നിമിഷമാണ്. അപ്പോൾ ഒന്ന് കാണാനായിട്ട് ഓടി എത്തിയതാണ്. ഈ വിധി തന്നെയാണോ പ്രതീക്ഷിച്ചത്? അതെ, പ്രതീക്ഷിച്ചിരുന്നു. എപ്പോഴെങ്കിലും കുറ്റക്കാരനാണെന്നൊരു വിധി വരുന്ന എപ്പോഴെങ്കിലും ഒരു മനസ്സിൽ ഉണ്ടായിരുന്നോ? ഇല്ല, അങ്ങനെയൊന്നും ഇന്നേ വരെ തോന്നിയിട്ടില്ല. സ്വാഭാവികമായും ഒരു സ്ത്രീയല്ല, ഇപ്പോൾ സ്ത്രീക്കൊപ്പമല്ലേ, അതിജീവിതയ്ക്കൊപ്പമല്ലേ നിൽക്കുക. എന്തുകൊണ്ട് ദിലീപിനൊപ്പം? അതെ, എന്നാലും എനിക്ക് എന്തോ ദിലീപേട്ടൻ്റെ സിനിമയെ കണ്ട് അത്രയും ആരാധന, അത്രയും ഇഷ്ടം തോന്നി. അങ്ങനെ ഒരു ഇതായിട്ട് ഈ കുറ്റകൃത്യത്തിൽ ഒരു ഘട്ടത്തിൽ പോലും ദിലീപ് പങ്കാളിയല്ല എന്ന് തന്നെ ഉറച്ചു വിശ്വസിക്കുകയാണ്. അങ്ങനെയാണ്. പിന്നെ എല്ലാ ദൈവത്തിൻ്റെ കയ്യിൽ ദിലീപേട്ടന് അത്ര വിശ്വാസമാണ്. അതെ, ഇഷ്ടമാണ്. അത്ര ഇഷ്ടമുള്ളതുകൊണ്ടാണ് ഓടിയെത്തിയത് ഒരു നോക്ക് കാണാനായിട്ട്. ഞങ്ങൾക്ക് നേരത്തെ അറിയാമായിരുന്നു. ഞാൻ ദിലീപേട്ടൻ നിലവിൽ ഈ ആദ്യത്തെ കേസ് വരുമ്പോൾ തന്നെ ഞങ്ങൾ മൂന്ന് പ്രാവശ്യം ഹൈക്കോടതി ജാമ്യം വെക്കുമ്പോഴും ഞങ്ങൾ സബ് ജയിലിൻ്റെ ഫ്രണ്ടിൽ പോയവരാണ് ഞങ്ങൾ. അല്ലാതെ ഞങ്ങൾ ഇപ്പോൾ വന്നേക്കുന്നവരല്ല. ഞങ്ങൾ അന്ന് 3 പ്രാവശ്യം പോയപ്പോഴും ഞങ്ങൾ സബ് ജയിലിൻ്റെ ഫ്രണ്ടിൽ നിൽക്കുമ്പോഴാണ് വിധി വരുന്നത്. അന്ന് ഞങ്ങൾ വിതരണം നടത്തി. അതിനുശേഷം പിന്നെ ഒരു കേസ് വന്നു. ആ കേസിന് ഞങ്ങളിവിടെ ഉണ്ടായി. അന്നും ഞങ്ങൾ നിരപരാധിയെന്ന് ഞങ്ങൾക്കറിയാം. ഞങ്ങളിവിടെ വരും. അതിന് മുമ്പ് ഞങ്ങൾ വരും. ഞങ്ങൾ വന്നിട്ട് ഞങ്ങൾ ലഡു വിതരണം നടത്തും. ഞങ്ങൾ വെറുതെ ഫേസ്ബുക്കിൽ നിന്ന് വാദിക്കുന്നതല്ല. ഞങ്ങൾക്ക് കറക്റ്റായിട്ട് അറിയാം. ഞങ്ങൾ ആലുവക്കാരാണ്. ഞങ്ങൾക്ക് ആലുവക്കാർക്കറിയാം ദിലീപേട്ടൻ നിരപരാധിയാണ്. എല്ലാം ഞങ്ങൾക്കറിയാം. ഞങ്ങൾ അതിനെതിരെ ഞങ്ങളിവിടെ വന്ന് ഞങ്ങൾ ദിലീപേട്ടൻ ജനങ്ങളെ അറിയിക്കും. ഞങ്ങൾ ദിലീപേട്ടൻ കുറ്റക്കാരനല്ല എന്ന് ഞങ്ങൾക്ക് നേരിട്ട് പുള്ളിയെ അറിയാം. ഞങ്ങൾ വെറുതെ വന്നിരിക്കുന്നതല്ല. ഞങ്ങൾ ദിലീപിൻ്റെ അടുത്ത് പോകാറുണ്ട്, ഫോട്ടോ എടുക്കാറുണ്ട്, സംസാരിക്കാറുണ്ട്, എല്ലാം ചെയ്യാറുണ്ട്. പിന്നെ പുള്ളിക്ക് അത്ര കോൺഫിഡൻസ് ഉള്ളത് കൊണ്ടുള്ള പുള്ളിയുടെ പുതിയ പടം ഇന്ന് ട്രെയിലർ വെച്ചേക്കണം, ബബ്ബ എന്ന് പറയുന്നത്. അതിൻ്റെ റിലീസ് 18-ാം തീയതി. 2026 ഇനി പുള്ളിയുടെയാണ്. ഇനി ഒരുപാട് പടങ്ങൾ പുള്ളി റിലീസ് ചെയ്യാനുണ്ട്, സൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരുപാട് ഇതിന് ശേഷം കമ്മിറ്റ് ചെയ്യാൻ വേണ്ടി വെച്ചതുണ്ട് അതുകൊണ്ട് പുള്ളി എല്ലാം വെയിറ്റ് ചെയ്തിരിക്കണം. ഇത് കഴിഞ്ഞ് ഈ പടം ഇറങ്ങി കഴിഞ്ഞിട്ട് 2026 പുള്ളിക്ക് നല്ലൊരു ഇനി തന്നെ ഒരു എന്താ പറയുക നല്ലൊരു തുടക്കമായിരിക്കും. ഇനി അങ്ങോട്ട് പുള്ളിയുടെ കാലം ഒരുക്കും. നിങ്ങൾ ആലുവക്കാർക്ക് എങ്ങനെയാണ് ദിലീപേട്ടൻ എന്ന് പറയുന്നൊരു വികാരം എന്ന് വെച്ച് കഴിഞ്ഞാൽ എവിടെ കണ്ടാലും സംസാരിക്കും. ഇപ്പോൾ ഇവിടെ ആലുവയിലാണ്, മെഡിക്കൽ ഷോപ്പിലാണ് ദിലീപേട്ടൻ മരുന്ന് വാങ്ങണേ. അപ്പോൾ അവിടെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ വന്നവരടുത്തൊക്കെ സംസാരിക്കും. എല്ലാം കഴിഞ്ഞ് ഇപ്പോൾ ആലുവ കൂടെ പോകുമ്പോഴായാലും ഇവിടെ നിന്നാണ് ദിലീപേട്ടൻ ഇറങ്ങണം. രാത്രി ഇവിടെയാണ് വന്നത്. കണ്ട് നിന്ന് സംസാരിച്ച് ഏത് കൊച്ചു കുട്ടികളുടെ അടുത്തായാലും പുള്ളി സംസാരിക്കും. ഞങ്ങൾ പുള്ളിയോട് സംസാരിച്ച് വിളിക്കാറുണ്ട്, എല്ലാ കാര്യങ്ങളും ചെയ്യാറുണ്ട്. ഞങ്ങൾക്ക് പുള്ളിയെ ശരിക്കും അറിയാം. പുള്ളി ദേശത്ത് വീടുണ്ട്, പറവൂർക്കവല വീടുണ്ട്, ഇവിടെ വീടുണ്ട്. ഇവിടെ എവിടെ ചെന്നാലും പുള്ളിയുണ്ടെങ്കിൽ പുള്ളീനെ കാണാം, സംസാരിക്കും. ഒരു താരജാടയോ ഒന്നുമില്ല. ഈ ഒരു കേസിൻ്റെ ആദ്യഘട്ടത്തിൽ കുറച്ച് നാളുകൾ ജയിലിൽ കിടക്കേണ്ട ഒരു അവസ്ഥയൊക്കെ വന്നല്ലോ. ആ സമയത്തൊക്കെ നിങ്ങൾ എങ്ങനെയാണ് അതിനെ ഉൾക്കൊണ്ടത്? എങ്ങനെയായിരുന്നു ആ സമയത്തൊരു മനോവിഷമം? നമുക്കൊരുപാട് സങ്കടമുണ്ടായിരുന്നു. 84 ദിവസമാണ് ദിലീപേട്ടൻ ജയിലിൽ കിടന്നത്. 84 ദിവസം 3 പ്രാവശ്യമാണ് കേസ് തള്ളിപ്പോയത് ഹൈക്കോടതി. നമ്മൾ വിചാരിച്ചത് 3-ാമത്തെ ദിവസം ജാമ്യം കിട്ടും എന്നുള്ളതാണ്. പക്ഷേ നമ്മുടെ കയ്യിൽ നിന്നില്ല. അത് ഒരുപാട് പ്രശ്നങ്ങളുണ്ടായി, ആ അഭ്യൂഹങ്ങളുണ്ടായി. ഒരുപാട് പേര് അത് മുതലാക്കി. ദിലീപേട്ടൻ്റെ ദേപ്പുട്ട്
എടപ്പള്ളിയിലാണ്. കുറേ പേര് ചേർന്നത് അടിച്ച് പൊളിച്ച് കുറേ പ്രശ്നങ്ങളുണ്ട്. വെറുതെ ഒരാളുടെ പുള്ളി ചെയ്തോ ഇല്ലേന്ന് തീരുമാനിക്കുന്നത് മീഡിയ അല്ല, കോടതിയാണ്. കോടതിയുണ്ട്, ജഡ്ജിയുണ്ട്, വക്കീലുണ്ട്, അവരാണ് അത് തീരുമാനിക്കുന്നത്. അല്ലാണ്ട് മീഡിയയിൽ വെറുതെ കയറിയിരുന്ന് പറഞ്ഞാലൊന്നും ഇതൊന്നുമില്ല. മലയാള സിനിമയിൽ ഇപ്പോഴും റിപ്പീറ്റ് വാല്യൂ ഉള്ള നടൻ ദിലീപാണ്. CID മൂസ, തെങ്കാശിപ്പട്ടണം, എന്തോരം പടങ്ങളാ. ഇതിനു വേണ്ടി വന്നേക്കാണ്. ആരാധികയാണോ? അതെ, സിനിമ കണ്ട് പണ്ട് മുതൽ സ്കൂളിൽ പഠിക്കുന്ന ഭയങ്കര ഇഷ്ടമാണ്. ഇവിടെയാണോ? എവിടെയും നാട്ടുകാരിയാണോ? ഇവിടെ തന്നെയാണ്, കളമശ്ശേരി. ഈ ഒരു കേസിൽ ദിലീപ് നിരപരാധിയാണ് എന്ന് ഉറച്ചു വിശ്വസിക്കുന്നുണ്ടല്ലേ? വിശ്വസിക്കുന്നത്. പറഞ്ഞോളൂ, ഈ വിധി എങ്ങനെ നിരപരാധിയാണെന്ന് കോടതി ഉത്തരവിട്ടെന്ന് പ്രതീക്ഷിച്ചിരുന്നോ? പ്രതീക്ഷിച്ചിരുന്നു. ഇനി എന്താണ്? കാണാനുള്ള ആണല്ലേ? ഇപ്പോൾ ഈ ഒരു വിധി വന്നതോടുകൂടി അതൊരു സിനിമയിൽ കൂടുതൽ സജീവമാകാനുള്ള ഒരു ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ? ശക്തമായി തിരിച്ചു വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അടുത്ത വരാൻ തൊട്ടടുത്ത റിലീസുകളൊക്കെ വരുന്നുണ്ട്. ഇത്ര എഫേർട്ട് എടുത്തിട്ട് ഈ സമയത്ത് ദിലീപേട്ടനെ കാണാൻ വന്നതിൻ്റെ ആ ഒരു അത്രത്തോളം ഇഷ്ടമായതുകൊണ്ടാണോ, എന്തുകൊണ്ടാണ് ഇവിടേക്ക് എത്തിയത്? ഞങ്ങൾ ഇവിടെ അടുത്ത് തന്നെയാണ് വർക്ക് ചെയ്യുന്നത്. പലപ്പോഴും ഇതുവഴി പോകുമ്പോഴും ഗേറ്റ് എപ്പോഴും അടച്ചിട്ട് ഇരിക്കും. പലപ്പോഴും കാണാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്, പക്ഷേ കാണാനായിട്ട് പറ്റിയിട്ടില്ല. എന്നെങ്കിലും കാണാമെന്ന് വിചാരിച്ചു. ഈ ഒരു വിധി വന്നു കഴിഞ്ഞപ്പോൾ എന്താ മനസ്സിൽ തോന്നുന്നത്? സന്തോഷം. കുറ്റക്കാരനല്ല എന്ന് ഉറച്ചു വിശ്വസിക്കുന്നു. അത് എനിക്കറിയില്ല. അതുപോലെ തന്നെ ഈ ഒരു കേസ് വന്നതിന് ശേഷം ദിലീപിൻ്റെ സിനിമകൾക്കൊരു ഒരു ചെറിയ റീച്ച് കുറവുള്ള പോലെ തോന്നിയിട്ടുണ്ട്. ഇനി അതൊക്കെ തിരിച്ചു പിടിക്കും, ആ ഒരു പഴയ താരാധിപത്യത്തിലേക്ക് വരുന്നു വിശ്വസിക്കുന്നു? തീർച്ചയായും വരും. ഈ ദിലീപേൻ്റെ പുതിയ സിനിമകൾ വന്ന് ഇറങ്ങിയിട്ട് തന്നെ അത്യാവശ്യം റീച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇനിയാണെങ്കിൽ തന്നെ നല്ല നല്ല സിനിമകൾ തന്നെ വരികയും ചെയ്യും. നമുക്ക് കുടുംബപരമായിട്ട് തമാശകൾ കണ്ട് ചിരിക്കാനും സന്തോഷം എല്ലാ വീട്ടും നല്ല രീതിയിലുള്ള സിനിമകളൊക്കെ തന്നെ വരാനുണ്ട്. പഴയ ഒരു ദിലീപ് കാലം തിരിച്ചു വരുമോ? തീർച്ചയായും തന്നെ തിരിച്ചു വരും. സംശയമുണ്ട് ആ കാര്യത്തിന്. നമ്മൾ ഒന്നുമില്ലാത്ത ഒരാളായിട്ട് വന്നിട്ട് ഇത്രത്തോളം, അതായത് സിനിമ ലോകം മൊത്തം കീഴടക്കി അദ്ദേഹം ഇപ്പോൾ എല്ലാവർക്കും അതൊരു ഇങ്ങേര് മുകളിലേക്ക് പോകുന്തോറും ആളുകൾക്ക് ശത്രുതയിലേക്ക് വരാണ്. അത് വൻകിട ആളുകൾ ആരൊക്കെയാണെന്നൊന്നും എനിക്കറിയില്ല. നമ്മൾ സാധാരണക്കാരൻ മനുഷ്യനാണ്. അവരുടെ എന്തൊക്കെയോ പ്രയത്നം കൊണ്ട് പുള്ളി ഇത്ര ഒരു ബുദ്ധിമുട്ട് അനുഭവിച്ചു. ഇനി പുള്ളി അതിൽ നിന്നൊക്കെ മാറി ഒരു വ്യത്യസ്തനായ പഴയ ഒരു ദിലീപിനേക്കാളും ടോപ്പിലേക്ക് കയറും. അതിനൊപ്പം ഞങ്ങളുണ്ടാവും. ഇതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഇനിയും കേസിന് അവസാനമായിട്ടുള്ള മേൽക്കോടതിയിലേക്ക് പോകും, അങ്ങനെയുള്ള പ്രൊസീജിയേഴ്സ് ഒക്കെ. കേസ് പോയാലും നിരപരാധികൾ രക്ഷപ്പെടുമല്ലോ. അത് ആണ് ഇപ്പോൾ ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അത്രേ ഉള്ളൂ നമുക്ക് പറയാനുള്ളത്. വേറെ ഒന്നും പറയാനില്ല. കാരണം നിരപരാധികൾ രക്ഷപ്പെടണം. ശിക്ഷ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷിക്കപ്പെടട്ടെ. അതല്ല, നിരപരാധികൾ ശിക്ഷിക്കപ്പെടാൻ പാടില്ല. അതാണ് ഇപ്പോൾ ഇവിടെ തെളിഞ്ഞേക്കുന്നത്. ദിലീപിന് അഗെയിൻസ്റ്റ് ആയിട്ട് ഒരുപാട് ആളുകൾ സിനിമാ മേഖലയിൽ നിന്ന് തന്നെ നിലകൊണ്ടിട്ടുണ്ട്. സിനിമാ മേഖല തന്നെയല്ല, ഒരുപാട് അമ്മമാരും ഒരുപാട് നിർത്തനായ കുടുംബക്കാരും ദിലീപിനെ ആശ്രയിച്ച് ജീവിക്കുന്ന ആളുകളുണ്ട്. അവരുടെയൊക്കെ പ്രാർത്ഥനയാവാം. അതുകൊണ്ടായിരിക്കും ഇപ്പം ഇത് നമ്മൾ വന്നേക്കുന്നത്. അതുകൊണ്ട് ഒരിക്കലും ജനങ്ങളുടെ പ്രാർത്ഥനയുള്ള ഒരു വ്യക്തിക്കും ആരും തകർക്കാൻ പറ്റില്ല. അത് സിനിമാ ലോകമല്ല, അല്ലെങ്കിൽ മറ്റ് ഏതു ലോകമായാലും പാവപ്പെട്ട ജനങ്ങളുടെ പ്രാർത്ഥന ഉള്ളിടത്തോളം കാലം ആരും, ദിലീപ് എന്നല്ല ആരും അടിപോകില്ല. അതിൻ്റെ ഒരു ഫലമാണ് ഇപ്പോൾ ഈ കാണുന്നത്. ഓക്കെ.